ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത് ആരെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. പന്തളത്ത് ആചാര സംരക്ഷണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു. സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. ദേവസ്വം മന്ത്രിയും ബോർഡും അറിഞ്ഞാണ് എല്ലാം നടന്നത്. പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബന്ധമെന്നും UDFന്റെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. UDFന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ പരിപാടിയിൽ അണിനിരന്നു. പന്തളത്ത് വലിയ തോതിലുള്ള ഘോഷയാത്ര അടക്കം സംഘടിപ്പിച്ചിരുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മുൻനിര UDF നേതാക്കളെല്ലാം ഇതിൻ്റെ ഭാഗമായി ലീഗ്, കേരള കോൺഗ്രസ്, ജേക്കബ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും ഇതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാണി സി കാപ്പനെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വലിയ തോതിൽ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കാൻ തങ്ങളാണ് മുന്നിൽ എന്ന് ഉറപ്പിക്കുകയായിരുന്നു UDF. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങൾ വാക്കാണ്. UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. പ്രധാനപ്പെട്ട ഒരു നിലപാട് UDF പ്രഖ്യാപിക്കുകയാണ്. ആചാര സംരക്ഷണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റൊന്ന്, നേരത്തെ പല ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആചാര സംരക്ഷണത്തിനായി ഇറങ്ങിയ സർക്കാർ ശബരിമല പ്രക്ഷോഭത്തിൽ സംഭവിച്ച നിരവധിയായ കേസുകളുണ്ട്. അത് പിൻവലിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നാണ് സംഘപരിവാർ സംഘടന അടക്കം മുന്നോട്ട് വെച്ച ഒരു ആയുധം ഈ വിഷയത്തിൽ. ഇപ്പോൾ UDF അധികാരത്തിൽ വന്ന് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുകൾ പിൻവലിക്കായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് സതീശൻ. അതുവഴി വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരക്കാട് നിന്ന് പദയാത്രയാണ് നേതാക്കൾ പന്തളത്തേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. എല്ലാ UDF നേതാക്കളും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് വിശ്വാസം സംരക്ഷിക്കാൻ UDF ഇറങ്ങുമ്പോൾ പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. മുരളീധരൻ ആദ്യം പിണങ്ങി, പിന്നീട് മുരളീധരനെ അണിനയിപ്പിച്ചു. പിണക്കം മാറ്റി മുരളീധരൻ എന്നാണ് ഏറ്റവും പുതിയ വിവരം. KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള അതൃപ്തി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടൽ. മുരളീധരനുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തും. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിൽ പ്രതിഷേധം പരസ്യമാക്കിയ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി KPCC നേതൃത്വം ചർച്ച നടത്തും. KPCC പുനഃസംഘടനയുടെ ഭാഗമായി ജംബോ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ മുതിർന്ന നേതാക്കളടക്കം കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല എങ്കിലും ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഉൾപ്പെടെ K സുധാകരനും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചതോടെ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറഞ്ഞത്. എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചു കോൺഗ്രസിൽ എല്ലാവരും ഉണ്ട്, വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിയെ തഴഞ്ഞതിനെതിരെയും
ചാണ്ടി ഉമ്മനെ KPCCയുടെ പുനഃസംഘടനാ പട്ടിക